നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഇപ്പം പഴയ ചരിത്രങ്ങളല്ലേ, ഇപ്പോൾ അശോക ചക്രവർത്തീൻ്റെ കഥയാണെങ്കിൽ യുദ്ധം കണ്ട് മനം മുടന്നിട്ട് അദ്ദേഹം ബുദ്ധമതം പ്രചരിപ്പിച്ചു. അതുപോലെ അലക്സാണ്ടർ ലോകം കീഴടക്കാൻ വന്ന് ഭാരതത്തിൽ വന്നിട്ട് അദ്ദേഹം അസുഖമായി കിടന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങൊരു അമ്മയെ കാണുമെന്ന് പറഞ്ഞപ്പം അമ്മയെ കാണുമെന്ന് പറഞ്ഞ നേരത്ത് അപ്പം സമയം കിട്ടിയില്ല. ഓരോരോ രാജ്യങ്ങൾ പിടിക്കുമ്പോൾ അമ്മയോട് പറയും ഇപ്പോൾ വരാം, അടുത്ത രാജ്യം പിടിക്കട്ടെ. അങ്ങനെ ഒരു രാജ്യങ്ങൾ കീഴടക്കി അവസാനം അമ്മയെ കാണാൻ പറ്റാതെ അദ്ദേഹം ഭാരതത്തിൽ കിടന്ന് മുത്തും പോയുള്ള കട്ടിലിൻ്റെ മുകളിൽ കിടന്ന് മരിക്കേണ്ടി വന്നു. 2 ഇൻസിഡൻറ്റ്. അപ്പോൾ രണ്ടൊക്കെ ഒന്നും വേണ്ടാത്ത അവസ്ഥയിലായി പോയി. യുദ്ധത്തിന് പോയിട്ടും ഒരാളെ കീഴടക്കാൻ പോയിട്ടും അവനവൻ ഒന്നും വേണ്ടാത്ത അവസ്ഥയിലേക്കായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ്. എന്നാൽ ശ്രീബുദ്ധൻ ഒന്നും വേണ്ടാതെ മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം അന്വേഷിച്ചിട്ട് ശാന്തമായ സമാധാനത്തെ ഒന്നിനും ഉപദ്രവിക്കാത്തൊരു മതം ഉണ്ടാക്കി. അതൊക്കെയാണ് പിന്നെ അശോകം പ്രചരിപ്പിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നിനും ഉപദ്രവിക്കല്ല, ശാന്തമായിട്ട് മനുഷ്യനെ മൃഗങ്ങളെ ഒന്നിനും ഉപദ്രവിക്കാത്ത നല്ല അഹിംസയായിട്ടാണ്ട് പോട്ടെ. നല്ല ശാന്തമായ മനസ്സോടെ അഹിംസാ തത്വത്തിലൂടെ എല്ലാവരും ആയിട്ട് നീങ്ങട്ടെ. അപ്പോൾ എവിടെയും എല്ലാ സ്ഥലത്തും ശാന്തി വരും.